സമുദ്ര ഉൽപ്പന്ന വ്യവസായത്തിന് വികസന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദഗ്ധ സമ്മേളനം കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു. അടുത്ത മാസം 12, 13 തീയതികളിലായി മുംബൈയിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിഷറീസ് ടെക് എക്സ്പോ 2025 മുന്നോടിയായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മത്സ്യകൃഷി, മത്സ്യബന്ധന മേഖലയിലും അന്താരാഷ്ട്ര വിപണനത്തിലും സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ എന്ന പ്രമേയത്തിൽ ചർച്ച നടന്നു. മത്സ്യ കയറ്റുമതിയിൽ ഇന്ത്യയുടെ മികച്ച പങ്കാളിയാണ് അമേരിക്കയെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ ഡോക്ടർ കെ.എൻ. രാഘവൻ പറഞ്ഞു. അമേരിക്കയിലേക്ക് പോകുന്ന സാധനങ്ങൾക്ക് നല്ല വില കിട്ടുന്നു. അത് മാത്രമല്ല വളരെ കൃത്യമായിട്ട് തന്നെ അതിനുള്ള പൈസയും ലഭിക്കുന്നു. അപ്പോൾ റിജക്ഷൻസ് വളരെ കുറവാണ്. ബാങ്ക് സിസ്റ്റം വളരെ റോബസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു കസ്റ്റമറായിട്ട് തന്നെ എല്ലാ കാലത്തും അമേരിക്കയെ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഇന്ത്യ എന്നുള്ള എക്സ്പോർട്ടർ നല്ല ശതമാനം അമേരിക്കയിലേക്കാണ് പോകുന്നത്. അമേരിക്കൻ ഷ്രിംപ് മാർക്കറ്റിൽ നമ്മൾ നമ്പർ 1 ആണ്. വേറൊരു കമ്മോഡിറ്റിയായിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ രണ്ട് മുഖ്യ വെല്ലുവിളികൾ. ഒന്ന്, ഈ കടലിൽ നിന്ന് പിടിച്ചു പോകുന്ന ഷ്രിംപിന്, അതായത് നമ്മുടെ ചെമ്മീൻ, കൊഞ്ചെന്ന് പറയുന്നത്, അവിടെ ഒരു ബാൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇറക്കുമതി അമേരിക്ക സമ്മതിക്കുന്നില്ല. കാരണം നമ്മുടെ ഇവിടെയുള്ള ഫിഷിംഗ് വെസലുകളിലും അല്ലെങ്കിൽ മീൻപിടുത്ത ബോട്ടുകളിലും നെറ്റുകളിലും ഈ കടലാമ രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു ഡിവൈസ് ഇല്ല. അതിന് ടേർട്ടിൽ എക്സ്പോർട്ട് ഡിവൈസ് ആണ്, അത് ഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്ത് അതിന് വേണ്ട അപ്രൂവൽ വരാൻ കിട്ടിക്കഴിഞ്ഞു. അടുത്ത് തന്നെ അത് സർക്കാർ സഹായത്തോടു കൂടി ഒരു സ്കീം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ചെലവ് മുഴുവൻ മീൻപിടുത്തം നടത്തുന്നവർക്ക്, അവർക്ക് ഫിഷർമെൻ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭീമമായ മുതൽ മുടക്ക് വേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ സംവിധാനത്തിന്റെ പിന്തുണയോട് കൂടി ഒരു സ്കീം അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.